السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. കഴിഞ്ഞ ആയത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ ചാരത്ത് നിന്ന് അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനയുടെ ഒരു ഭാഗം, പഴവർഗ്ഗങ്ങൾ അവരെ നീ ആഹരിപ്പിക്കണമേ തമ്പുരാനെ, അങ്ങനെ അവർ നിന്നോട് നന്ദിയുള്ളവരായി തീരട്ടെ. ഈ ആയത്തിൽ കഅബത്തിന് ചുറ്റും പാർക്കുന്നവരുടെ കർത്തവ്യമെന്താണെന്ന് ആ ആയത്ത് വ്യക്തമാക്കുന്നു. അള്ളാഹുവിന് പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ടുള്ള നമസ്കാര നിർവഹണം, ആ മന്ദിരത്തിൻ്റെ ബന്ധുക്കളോട് അനുഭാവം കാട്ടുന്നതിൻ്റെയും അവർക്ക് പഴവർഗ്ഗങ്ങൾ ലഭിക്കാൻ പ്രാർത്ഥന നടത്തുന്നതിൻ്റെയും ലക്ഷ്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടനം ആണ്. പരിശുദ്ധ ഭവനത്തിലോടുള്ള ഖുറൈശികളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഉണ്ടായ സമീപനം, അന്തരം, ആ വ്യത്യാസം ഈ പ്രാർത്ഥനയിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അറിയിക്കുന്നുണ്ട്. കാരണം അവിടെ അള്ളാഹുവിന് വേണ്ടിയുള്ള നമസ്കാരമില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയതിനുള്ള നന്ദി പ്രകടനവുമില്ല. പ്രാർത്ഥനയുടെ പേരിൽ ഒച്ചവെക്കലോ അലമുറയിടലോ ആയിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ലക്ഷ്യം. രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന അള്ളാഹുവിന് മുന്നിൽ ഹൃദയം തുറന്നു വെക്കുകയായിരുന്നു അദ്ദേഹം. ആകാശഭൂമികളിലെ യാതൊന്നും അള്ളാഹുവിന് മറഞ്ഞതല്ല. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഒളിച്ചു വെക്കുന്നതും പരസ്യമാക്കുന്നതും നീ അറിയുന്നു. ഭൂമിയിലും ആകാശത്തും യാതൊന്നും തമ്പുരാനെ നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല, ഒളിഞ്ഞിരിക്കുന്നില്ല. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.